വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 304. വൈവിധ്യങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയുന്നവരാണ് വിജയിക്കുക. നാം ജീവിക്കുന്ന ലോകം വൈവിധ്യങ്ങളുടേതാണ്. ആശയങ്ങളിലും ചിന്തകളിലും ജീവിത രീതികളിലും വിശ്വാസ പ്രമാണങ്ങളിലുമെല്ലാം ഈ വൈവിധ്യം കാണാം. വൈവിധ്യങ്ങളുടെ മനോഹാരിത അംഗീകരിച്ച് വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയപഥമൊരുങ്ങുക. ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ, സമാധാനമായി ജീവിക്കാൻ, ലോകവ്യാപകമായി സ്വാധീനിക്കാൻ വ്യത്യസ്തതകളെ ബലമായി കാണുന്ന മനോഭാവമാണ് നമുക്കാവശ്യം. ഒന്നിനെയും കുറച്ചു കാണാതെ എല്ലാറ്റിനെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക പ്രബുദ്ധതയാണ് സമൂഹത്തിലുണ്ടാവേണ്ടത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അനന്ത സാധ്യതകളിലൂടെ ലോകം ആഗോള ഗ്രാമമായി ചുരുങ്ങുകയും അത്യാധുനിക സൗകര്യങ്ങൾ ജീവിതം കൂടുതൽ ആസ്വാദ്യകരവും ആഡംബരപ്രദവുമാക്കിയിരിക്കുന്നു. എല്ലാം ഒരു വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന സാങ്കേതിക തികവിലാണ് ലോകം മുന്നേറുന്നത്. ഈ കാലത്തും ഇത്തരം സാങ്കേതിക വിദ്യകളോ സൗകര്യങ്ങളോ പ്രയോജനപ്പെടുത്താതെ തികച്ചും പ്രാകൃതമായ ജീവിത രീതികൾ പിന്തുടരുന്ന പല വിഭാഗങ്ങളും ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നത് ചിലർക്കെങ്കിലും വിചിത്രമായി തോന്നാം. എന്നാൽ അത് യാഥാർത്ഥ്യമാണ്. വൈദ്യുതിയോ ഇന്റർനെറ്റോ മോട്ടോർ വാഹനങ്ങളോ ഒന്നും ഉപയോഗിക്കാത്ത ജനവിഭാഗങ്ങൾ അമേരിക്കയിലടക്കം ജീവിക്കുന്നുവെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ പുരോഗതിയുടെ ഉത്തുംഗതയിൽ വിരാജിക്കുന്ന ആർഭാടങ്ങളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു സമൂഹമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ എല്ലാ ലോകസുഖങ്ങളുടെയും അവസാന വാക്കായി വിശേഷിക്കപ്പെടുന്ന അമേരിക്കയിൽ മുഖ്യധാരയിൽ നിന്നെല്ലാം അകന്ന് 17-ാം നൂറ്റാണ്ടിന്റെ ജീവിതരീതികളുമായി ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്. ആമിഷ് ജനതയെന്നാണ് അവർ അറിയപ്പെടുന്നത്. കുതിരവണ്ടികളിൽ മാത്രം യാത്ര ചെയ്ത് വൈദ്യുതിയോ ഇന്റർനെറ്റോ മറ്റാധുനിക സൗകര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ 300-ലേറെ വർഷം പഴക്കമുള്ള ജീവിതക്രമങ്ങൾ ഇന്നും അനുവർത്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യാക്കോബ് അമ്മാൻ എന്ന സ്വിസ് പാതിരിയുടെ നേതൃത്വത്തിൽ ആനബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു ക്രൈസ്തവ സമൂഹമാണ് ആമിഷ് എന്നറിയപ്പെടുന്നത്. അമേരിക്കയിലേക്ക് ഇവർ കുടിയേറിപ്പാർത്തത് 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലോ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 3 ലക്ഷത്തോളം ആമിഷുകൾ അമേരിക്കയിലും കാനഡയിലുമായി ഉണ്ടെന്നാണ് കണക്ക്. ഇന്ത്യാന, ഒഹായോ, പെൻസിൽവാനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇവർ മുഖ്യമായും താമസിക്കുന്നത്. പഞ്ചാബിലെ ചില പ്രദേശങ്ങളിലും അർജന്റീനയിലും ആമിഷ് വിഭാഗങ്ങളുടെ ചെറിയ സമൂഹങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കൃഷിയും കൈത്തൊഴിലുകളുമാണ് പ്രധാന ഉപജീവനമാർഗം. പ്രകൃതിയുടെ മടിത്തട്ടിൽ പരിസ്ഥിതി സൗഹൃദ ജീവിത രീതികളെയും പരമ്പരാഗത രീതികളെയും പിന്തുടരുന്ന വേറെയും പല ജനവിഭാഗങ്ങളുമുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അവയിൽ പ്രധാനപ്പെട്ടവ ഇനി പറയുന്നവയാണ്. 1. മാസായി, ആഫ്രിക്ക. കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയ, ടാൻസാനിയ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഈ വിഭാഗം പരമ്പരാഗത കാലിത്തൊഴുത്തുകളിലും കച്ചവടത്തിലും ആശ്രിതരാണ്. 2. ഹഡ്സ, ടാൻസാനിയ. ടാൻസാനിയയിലെ ഹഡ്സ ഗോത്രം ഇന്നും വേട്ടയാടിയും വേരുകൾ ശേഖരിച്ചും ജീവിക്കുന്ന അപൂർവ ഗോത്ര സമുദായമാണ്. 3. ഹനോ, ആമസോൺ വനപ്രദേശം. ഈ ജനവിഭാഗം ആമസോൺ കാടുകളിൽ ആയുധങ്ങളില്ലാതെ ജീവിക്കുന്ന വേട്ടക്കാരാണ്. 4. ബയാക്ക, സമുദ്രജീവികൾ. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലെ ബയാക്ക ജനത സമുദ്രത്തിൽ താമസിക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് അഗാധ ജലങ്ങളിൽ പോലും ഉപകരണങ്ങളില്ലാതെ മണിക്കൂറുകളോളം മുങ്ങാനാവും. 5. ഹിംബ, നമീബിയ. നമീബിയയിലെ ഹിംബ ഗോത്രം ചുവന്ന നിറത്തിലുള്ള പ്രകൃതിദത്ത ലേപം ഉപയോഗിച്ച് തങ്ങളുടെ ശരീരം പൂശി ഉണങ്ങിയ മരുപ്രദേശങ്ങളിൽ ജീവിക്കുന്നു. 6. കെറോ, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ പാപുവ പ്രദേശത്ത് മരക്കൊമ്പിലുള്ള വീടുകളിലായാണ് ഇവർ താമസിക്കുന്നത്. 7. യമനിൽ ആടിനെ മേച്ച് ജീവിക്കുന്ന ബെദുവീൻ, പഹാരി ഗോത്രക്കാർ. ഹദ്രാമി ജനത
ആടുകളെയും ഒട്ടകങ്ങളെയും വളർത്തി ഉപജീവനം നടത്തുന്നവരാണ്. റൂബൽ ഖാലി എന്ന മരുഭൂമിയിലാണ് പ്രധാനമായും ഇവർ താമസിക്കുന്നത്. ലോകം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യവും തനതായ സൗകര്യങ്ങളും മാത്രം പ്രയോജനപ്പെടുത്തി ജീവിക്കുന്ന വിഭാഗങ്ങളും ലോകത്തുണ്ട് എന്ന കാര്യം നാം ഓർക്കണം. ഈ ലോകം വിജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, പരാജയപ്പെടുന്നവർക്ക് കൂടിയുള്ളതാണ്. പരാജയപ്പെടാൻ ആളുണ്ടാവുമ്പോൾ മാത്രമാണ് വിജയത്തിന് മാറ്റുകൂടുക. അതിനാൽ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്ത് പ്രായോഗിക കാഴ്ചപ്പാടുകളോടെ മുന്നേറാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 0097455526275 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.